നെല്ലിക്കുഴി തീർത്ഥാടനത്തിന് ഫണ്ട് അനുവദിക്കണമെന്ന് ചവളർ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് പി.കെ. അശോകൻ. ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി കോതമംഗലം യൂണിയൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതി, അക്രമം, വർഗീയത, തീവ്രവാദം, മദ്യാസക്തി, മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരെ രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ബോധവൽക്കരണം നടത്തുന്ന മതേതര തീർത്ഥാടനമായ നെല്ലിക്കുഴി തീർത്ഥാടനം ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണെന്ന് ചവളർ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് പി.കെ. അശോകൻ പറഞ്ഞു. ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി കോതമംഗലം യൂണിയൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു.ഡി.എഫ് സർക്കാരിന്റെ ഒന്നാം നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയ തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെല്ലിക്കുഴി തീർത്ഥാടനത്തിന് ഫണ്ട് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂണിയൻ പ്രസിഡന്റ് കെ.എൻ. ബോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അശോകൻ എൻ.കെ. ഉദ്ഘാടനം ചെയ്തു. ഇതുവരെ സർക്കാർ സമിതികളിൽ ഒന്നിലും പ്രാതിനിധ്യം ലഭിക്കാത്ത അതിപിന്നോക്ക സമുദായങ്ങൾക്ക് ദേവസ്വം ബോർഡ്, പിന്നോക്ക വികസന കോർപ്പറേഷൻ തുടങ്ങിയ സർക്കാർ സമിതികളിൽ പ്രാതിനിധ്യം നൽകാൻ യു.ഡി.എഫ് സർക്കാർ തയ്യാറാകണമെന്ന് എൻ.കെ. അശോകൻ ആവശ്യപ്പെട്ടു. ദേവസ്വം പ്രസിഡന്റ് പി.കെ. ചന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി പി.കെ. അനിൽ, ദേവസ്വം സെക്രട്ടറി എം.ജി. സജീവ്, സംസ്ഥാന മൈക്രോ ഫിനാൻസ് കൺട്രോളർ അമ്പിളി സജീവ്, വനിതാ സംസ്ഥാന ട്രഷറർ ജിലൂഷ സജീവ്, യൂത്ത് വിംഗ് സംസ്ഥാന ട്രഷറർ അഞ്ജലി ഷാജി, മുൻ സംസ്ഥാന സെക്രട്ടറി സി.ഇ. ശശി, സംസ്ഥാന സമിതി അംഗം പി.കെ. രാമചന്ദ്രൻ, ദേവസ്വം ട്രഷറർ എം.കെ. രാജൻ, യൂണിയൻ ഭാരവാഹികളായ അഭിലാഷ് കെ. രാജൻ, സെയ്തു എം.ജി, പി.എൻ. രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കെ.സി.വി. ന്യൂസ്.